നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യൻ തന്റെ ജീവനും തന്റെ വംശത്തിനും ആപത്ത് വരുമ്പോൾ പ്രതിരോധിക്കാൻ കണ്ടെത്തിയ മാർഗങ്ങൾ പിന്നീട് മഹത്തായ കലകളായി മാറി. അവയാണ് ആയോധന കലകൾ. കേവലം ഒരാക്രമണത്തെ തടുക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കാനുള്ള അത്ഭുത മുറകളാണ് ഓരോ ആയോധന കലകളും. ലോകത്തിലെമ്പാടുമുള്ള ആയോധന കലകളുടെ ഈറ്റില്ലം എന്ന് വിശേഷണമുള്ള നാടാണ് ഭാരതം. അത്രയ്ക്കും സമൃദ്ധമാണ് നമ്മുടെ ആയോധന കലകൾ. ഇതിൽ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കളരിപ്പയറ്റും തല ഉയർത്തി നിൽക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഭാരതത്തിന്റെ 10ഓളം ആയോധന കലകളെ കുറിച്ചാണ്. ഈ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം കളരിപ്പയറ്റിൽ നിന്ന് തന്നെയാണ്. 3000-ലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള കളരിപ്പയറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനവും ശാസ്ത്രീയവുമായ പോരാട്ടമുറകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പരശുരാമൻ കടലെടുത്ത് കേരളം സൃഷ്ടിച്ച ശേഷം അതിന്റെ സംരക്ഷണത്തിനായി കളരികൾ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. എന്നാൽ ചരിത്രപരമായി നോക്കുമ്പോൾ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങളും പടയോട്ടങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് കളരിപ്പയറ്റ് വികസിച്ചു വന്നത്. മെയ്വഴക്കം മാത്രം മുതൽ കൂട്ടുന്ന മെയ്പ്പയറ്റ്, വടികൾ കൊണ്ടുള്ള കെട്ടുകാരിപ്പയറ്റ്, മാരകമായ വാളും പരിചയും കുന്തവും പ്രയോഗിക്കുന്ന ആയുധപ്പയറ്റ്, ഒടുവിൽ മനുഷ്യ ശരീരത്തിലെ മർമ്മങ്ങളെ ഉന്നം വയ്ക്കുന്ന മർമ്മവിദ്യ എന്നിങ്ങനെ ഘട്ടം ഘട്ടമായാണ് ഇതിന്റെ പരിശീലനം. ആധുനിക കാലത്ത് തോക്കുകളുടെയും ആധുനിക ആയുധങ്ങളുടെയും വരവോടെ കളരിപ്പയറ്റിന്റെ പ്രസക്തി പടക്കളങ്ങളിൽ കുറഞ്ഞെങ്കിലും ശരീര സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ആത്മരക്ഷയ്ക്കുമായി ഇന്ന് ലോകമെമ്പാടും ഈ കല വീണ്ടും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനീസ് കുങ്ഫുവിന്റെ ഉത്ഭവം പോലും കളരിപ്പയറ്റിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഭാവിയിലും ഈ കല ലോക കായിക ഭൂപടത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി നിലനിൽക്കുമെന്നതിൽ സംശയമൊട്ടുമില്ല. കളരിപ്പയറ്റിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇനി തമിഴ്നാട്ടിലെ മറ്റൊരു ആയോധന കലയെക്കുറിച്ച് സംസാരിക്കാം. തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അതിവേഗത്തിൽ വടി ചലിപ്പിച്ച് അത്ഭുതം സൃഷ്ടിക്കുന്ന ശിലംബം എന്ന മഹത്തായ കലയാണ്. തമിഴ്നാട്ടിലെ ചേര, ചോഴ, പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലം മുതൽക്കേ ശിലംബം അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. BC 2-ാം നൂറ്റാണ്ടിലെ സംഘസാഹിത്യങ്ങളിൽ പോലും ശിലംബത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ മുളവടികളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വളരെ വേഗത്തിൽ വടി വീശുന്നതിലൂടെ എതിരാളിയുടെ ആക്രമണത്തെ തടയാനും ഒരേ സമയം നിരവധി പേരെ ഒരേപോലെ പ്രതിരോധിക്കാനും ശിലംബം പരിശീലിച്ച ഒരാൾക്ക് നിഷ്പ്രയാസം സാധിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കലയ്ക്ക് വലിയ രീതിയിലുള്ള നിരോധനം നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ നാട്ടുപുറങ്ങളിലെ അഭ്യാസികൾ രഹസ്യമായി ഇത് തലമുറകളിലേക്ക് കൈമാറി. ഇന്ന് തമിഴ്നാട്ടിലെ സ്കൂളുകളിലും കോളേജുകളിലും ഇതൊരു കായിക ഇനമായി പരിശീലിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു തനത് കല എന്നതിലുപരി അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരാനുള്ള എല്ലാ സാധ്യതകളും ഇന്നത്തെ ശിലംബത്തിനുണ്ട്. ഇനി വടക്കേ ഇന്ത്യയിലെ വീരഗാഥകൾ ഉറങ്ങുന്ന പഞ്ചാബിലേക്ക് കടക്കുമ്പോൾ സിഖ് യോദ്ധാക്കളുടെ പോരാട്ട വീരത്തിന്റെ പ്രതീകമായ ഗദ്ക നമ്മെ വിസ്മയിപ്പിക്കും. 16-ാം നൂറ്റാണ്ടിൽ സിഖ് ഗുരുവായ ഗുരു ഹർഗോവിന്ദ് സാഹിബിന്റെ കാലത്താണ് ഗദ്കയുടെ തുടക്കം കുറിക്കുന്നത്. പിന്നീട് 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ജി സൈന്യത്തെ സജ്ജമാക്കാൻ ഗദ്ക നിർബന്ധമാക്കി. മരവടികളും വാളുകളും ഷീൽഡുകളും ഉപയോഗിച്ചാണ് ഗദ്ക പരിശീലിക്കുന്നത്. അതിവേഗത്തിലുള്ള വടി വീശലും അഭ്യാസികളുടെ അതിശയിപ്പിക്കുന്ന ഏകാഗ്രതയും ഗദ്കയെ വേറിട്ട് നിർത്തുന്നു. വൈശാഖി ആഘോഷങ്ങളിലും മറ്റ് സാംസ്കാരിക മേളകളിലും ഇന്ന് ഗദ്ക പ്രകടനങ്ങൾ പ്രധാന ആകർഷണമാണ്. സിഖ് സംസ്കാരത്തിന്റെ അഭിമാനമായ ഈ ആയോധന കല ഇന്ന് കായിക മത്സരങ്ങളായി മാറി യുവാക്കൾക്കിടയിൽ പുതിയ തരംഗമായി പടരുകയാണ്. ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലേക്ക് ചെന്നാൽ തികച്ചും വ്യത്യസ്തവും മനോഹരവുമായ താങ് ത എന്ന കലയെ കാണാം. മണിപ്പൂരി ഭാഷയിൽ താങ് എന്നാൽ വാൾ എന്നും ത എന്നാൽ കുന്തം എന്നുമാണ് അർത്ഥം. 17-ാം നൂറ്റാണ്ടിൽ മണിപ്പൂർ രാജാക്കന്മാർ അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ വികസിപ്പിച്ചെടുത്തതാണ് ഈ പോരാട്ട രീതി. വാളും കുന്തവും ഏന്തിയുള്ള അതിവേഗ ചലനങ്ങളും അതോടൊപ്പം തന്നെ നൃത്തത്തിന് സമാനമായ ശാരീരിക വഴക്കവും ഇതിന്റെ പ്രത്യേകതയാണ്. ശ്വാസകോശ നിയന്ത്രണവും ഏകാഗ്രതയും ഇതിൽ വളരെ പ്രധാനമാണ്. ബ്രിട്ടീഷുകാർ മണിപ്പൂർ കീഴടക്കിയപ്പോൾ താങ് ത പൂർണ്ണമായും നിരോധിച്ചിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മണിപ്പൂരിലെ തനത് കലാകാരന്മാർ ഇതിനെ വീണ്ടെടുത്തു. ഇന്ന് പരമ്പരാഗത ആയോധന കല എന്ന നിലയിലും അനുഷ്ഠാന നൃത്ത രൂപത്തിലും മണിപ്പൂരിന്റെ സ്വത്തുമായി താങ് ത ലോക ശ്രദ്ധ നേടുന്നു. മഹാരാഷ്ട്രയുടെ പോരാട്ട ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വീരകലയാണ് മർദാനി ഖേൽ. പദപ്രയോഗത്തിൽ തന്നെ ആൺകരുത്തിന്റെ പ്രതീകമായ ഈ കല മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജി മഹാരാജിന്റെ കാലത്താണ് കൊടുമുടിയിലെത്തിയത്. ഗറില്ല യുദ്ധമുറകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് മർദാനി ഖേൽ വികസിപ്പിച്ചത്. പ്രത്യേക തരത്തിലുള്ള പട്ട കഠാര എന്ന നീളമുള്ള വാളുകളും ചെറിയ കഠാരകളും കുന്തങ്ങളും ഇതിൽ ഉപയോഗിക്കുന്നു. കുതിര സവാരിയോടൊപ്പം ആയുധം പ്രയോഗിക്കാനും ഒന്നിലധികം എതിരാളികളെ ഒരേ സമയം നേരിടാനും ഈ കല യോദ്ധാക്കളെ പ്രാപ്തരാക്കി.
കോലാപൂർ മേഖലയിൽ ഇന്നും പരമ്പരാഗതമായി മർദാനി ഗേൽ പരിശീലിക്കുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ സ്വയം പ്രതിരോധ മാർഗമായി ഈ കലയെ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഭാരതീയ മണ്ണിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള മറ്റൊരു ആയോധനാ രൂപമാണ് ഗുസ്തി അഥവാ മല്ലയുദ്ധം. രാമായണത്തിലും മഹാഭാരതത്തിലും ഭീമനും ജരാസന്ധനും തമ്മിൽ നടന്ന മല്ലയുദ്ധങ്ങളെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് മണ്ണിൽ കുഴച്ചെടുത്ത പ്രത്യേക അഖാഡകളിൽ നടക്കുന്ന ഗുസ്തിയായി ഇത് രൂപാന്തരപ്പെട്ടു. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഗുസ്തിക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത്. കഠിനമായ കായികാധ്വാനവും കർശനമായ ഭക്ഷണക്രമവും ഗുരുശിഷ്യ ബന്ധവുമാണ് അഖാഡ സംസ്കാരത്തിന്റെ ജീവൻ. പണ്ടുകാലത്ത് രാജാക്കന്മാരുടെ വിനോദമായിരുന്ന ഗുസ്തി ഇന്ന് ഒളിമ്പിക്സിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ വാങ്ങിത്തരുന്ന ഫ്രീ സ്റ്റൈൽ മത്സര ഇനമായി ഗുസ്തി പരിണമിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും ഗ്രാമീണ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ആയോധന കലയാണ് ലാത്തി ഖേല. പേര് സൂചിപ്പിക്കുന്നത് പോലെ തടിയുള്ള വടികൾ അഥവാ ലാത്തികൾ ഉപയോഗിച്ചുള്ള പോരാട്ടമുറയാണിത്. പഴയ കാലത്ത് ജമീന്ദാർമാരും ഭൂവുടമകളും തങ്ങളുടെ അതിർത്തികളും സ്വത്തുക്കളും സംരക്ഷിക്കാൻ ലാത്തി ഏന്തിയ യോദ്ധാക്കളെ ഏർപ്പാടാക്കിയിരുന്നു. ഗ്രാമങ്ങളിലെ കർഷകർ വന്യമൃഗങ്ങളിൽ നിന്നും കവർച്ചക്കാരിൽ നിന്നും രക്ഷ നേടാനും ഇത് ഉപയോഗിച്ചു. രണ്ടു പേർ തമ്മിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിലോ ഉള്ള പോരാട്ടങ്ങൾ ഇതിൽ കാണാം. വടിയുടെ താളാത്മകമായ വീശലുകളും പ്രഹരങ്ങളും വളരെ ആകർഷകമാണ്. ഇന്നിതൊരു വിനോദ പരിപാടിയുടെ ഭാഗമായി മാറിയെങ്കിലും ആധുനിക വിനോദങ്ങളുടെ കടന്നുവരവ് കാരണം ഈ കല ഒരല്പം പ്രഭമങ്ങിയ അവസ്ഥയിലാണ്. എങ്കിലും ചില സാംസ്കാരിക സംഘടനകൾ ഇതിനെ നിലനിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ബീഹാറിലെ രാജ്പുത് യോദ്ധാക്കളുടെ ഇടയിൽ വികസിച്ചു വന്ന മനോഹരമായ മറ്റൊരു ആയോധനാ രൂപമാണ് പാരി ഖണ്ഡ. പാരി എന്നാൽ പരിച എന്നും ഖണ്ഡ എന്നാൽ വാൾ എന്നുമാണ് അർത്ഥം. വാളും പരിചയും ഉപയോഗിച്ചുള്ള പ്രതിരോധാക്രമണ തന്ത്രങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ആയോധന കലയുടെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ കിഴക്കൻ ഇന്ത്യയിലെ പ്രശസ്തമായ ഛൗ എന്ന ശാസ്ത്രീയ ആയോധന നൃത്ത രൂപത്തിന്റെ അടിസ്ഥാനം പാരി ഖണ്ഡയിലെ ചുവടുകളാണ്. ആയോധന കലയും നൃത്തവും തമ്മിൽ എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. പോരാട്ടത്തിന്റെ കാർക്കശ്യവും നൃത്തത്തിന്റെ ഭംഗിയും ഒത്തുചേരുന്ന പാരി ഖണ്ഡ ഇന്ന് പ്രധാനമായും സാംസ്കാരിക വേദികളിലാണ് ജീവിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ രാജവംശങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന പ്രാചീന ആയോധന രീതിയാണ് കാത്തി സാമം. റോയൽ ആന്ധ്ര ആർമിയുടെ പ്രധാന യുദ്ധമുറയായിരുന്നു ഇത്. കാത്തി എന്നാൽ വാൾ എന്നാണ് അർത്ഥം. പലതരത്തിലുള്ള വലിപ്പമുള്ള വാളുകളും വളഞ്ഞ കഠാരകളും ഇതിൽ ഉപയോഗിക്കുന്നു. രണ്ട് അഭ്യാസികൾ നേർക്കുനേർ നിന്ന് വാളുകൾ കൊണ്ട് നടത്തുന്ന മിന്നൽ പോരാട്ടങ്ങൾ കാണികളെ ശ്വാസമടക്കി പിടിച്ചു നിർത്തുവാൻ പോന്നതാണ്. ആന്ധ്രയിലെ ഗ്രാമീണ മേഖലകളിൽ ഈ കല ഇന്നും അപൂർവമായി പകർന്നു നൽകപ്പെടുന്നുണ്ട്. സിനിമകളിലും മറ്റും ഈ കലയുടെ ചുവടുകൾ ഉപയോഗിക്കുന്നത് ഇതിന് പുതിയ കാലത്ത് വലിയ പ്രചാരം നൽകാൻ സഹായിച്ചിട്ടുണ്ട്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ മിസോറാമിൽ നിന്നുള്ള തനത് ഗുസ്തി രൂപമാണ് ഇൻബുവാൻ. 14-ാം നൂറ്റാണ്ടിൽ മിസോ കുന്നുകളിൽ വികസിച്ചു വന്ന ഈ കലയ്ക്ക് വളരെ കർശനമായ ചില നിയമങ്ങളുണ്ട്. ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ നിന്നാണ് രണ്ട് അഭ്യാസികൾ പോരാടുന്നത്. എതിരാളിയെ കാൽമുട്ടുകൾ തറയിൽ തട്ടിക്കാതെ പൊക്കിയെടുത്ത് നിലത്തടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഒപ്പം ബെൽറ്റിലോ വസ്ത്രത്തിലോ അല്ലാതെ എതിരാളിയുടെ ശരീരത്തിൽ പിടിമുറുക്കാൻ പാടില്ല എന്ന നിയമവുമുണ്ട്. മിസോറാമിന്റെ കായിക സംസ്കാരത്തിന്റെ ഭാഗമായ ഈ കല അവിടെ നടക്കുന്ന പരമ്പരാഗത കായിക മേളകളിൽ ഇന്നും വളരെ ആവേശത്തോടെ നടത്തപ്പെടുന്നു. ഈ ആയോധന കലകളുടെ എല്ലാം ചരിത്രവും വർത്തമാനവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവ കേവലം യുദ്ധത്തിനുള്ള മാർഗങ്ങൾ മാത്രമായിരുന്നില്ല. എന്നാൽ ഭാരതത്തിന്റെ സംസ്കാരം, ചിന്താരീതി, ക്രമബദ്ധമായ ജീവിത ശൈലി എന്നിവയെല്ലാം ഇവയിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ആധുനിക ലോകത്ത് തോക്കുകളും ഡ്രോണുകളും യുദ്ധങ്ങൾ നയിക്കുമ്പോൾ ആയോധന കലകളുടെ പ്രസക്തി അവസാനിച്ചു എന്ന് കരുതുന്നവർ ഉണ്ടാകാം. എന്നാൽ ശാരീരിക ക്ഷമതയ്ക്കും മാനസിക ഏകാഗ്രതയ്ക്കും പെൺകുട്ടികളുടെയും കുട്ടികളുടെയും സ്വയം പ്രതിരോധത്തിനും ഇവയോളം അനുയോജ്യമായ മറ്റൊന്നുമില്ല. ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഖേലോ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെയും ഇവയെ സ്പോർട്സ് ഇനങ്ങളായി പ്രഖ്യാപിക്കുന്നതിലൂടെയും നമ്മൾ നമ്മുടെ പഴയ ആയോധന പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രാചീനമായ ഈ അറിവുകളെയും പോരാട്ടമുറകളെയും വരും തലമുറയ്ക്കായി സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ആയോധന കലകൾ എന്നും ഭാരതീയ സംസ്കാരത്തിന്റെ ധീരത വിളിച്ചോതുന്ന തെളിവുകളായി നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.